വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മോദി സർക്കാർ. ആ ആത്മവിശ്വാസത്തിന് കരുത്തേകുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്. ശിരോമണി അകാലിദൾ, ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശം പാർട്ടി തുടങ്ങിയ പാർട്ടികളെ എൻഡിഎക്കൊപ്പം ചേർക്കാനുള്ള പദ്ധതിയാണ് പിന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ഭരണകക്ഷിയായ YSR കോൺഗ്രസ് പാർട്ടി ജനങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു പ്രബലരായ പാർട്ടിയാണ്. നിലവിലെ ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി നരേന്ദ്രമോദിയുമായി അടുപ്പം പുലർത്തുന്ന നേതാവ് കൂടിയാണ്. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവരുന്ന ബില്ലുകൾക്കെല്ലാം പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഭരണകക്ഷിയായ YSR കോൺഗ്രസിന്റെ പരോക്ഷ പിന്തുണ മോദി സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിലെ മുഖ്യ പ്രതിപക്ഷമായ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശം പാർട്ടി, അതായത് TDPയുടെ പിന്തുണ ഉറപ്പുവരുത്താനുള്ള നീക്കമാണ് NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെലുങ്ക് ദേശം പാർട്ടിയുടെയും YSR കോൺഗ്രസിന്റെയും പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ 400 സീറ്റ് എന്നത് NDAയെ സംബന്ധിച്ചോ ഒരു ബാലികേറ മലയാവില്ല. പഞ്ചാബിൽ BJPയുടെ സഖ്യകക്ഷിയായിരുന്ന ശിരോമണി അകാലിദൾ കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് BJPയുമായി വേർപിരിയുന്നത്. പഞ്ചാബിൽ നടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 42% വോട്ട് നേടിയപ്പോൾ 18% വോട്ട് ശിരോമണി അകാലിദൾ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ശിരോമണി അകാലിദളിനെ NDAയുടെ പാളയത്തിലെത്തിച്ചാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP കരുതുന്നത്. BJPയും ശിരോമണി അകാലിദളുമായി നടത്തിയ ചർച്ചകൾ നിലവിൽ പരാജയമാണെങ്കിലും ശ്രമം തുടരാനാണ് സാധ്യത. മാത്രമല്ല, ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ നിർണായകമായ സ്വാധീനമുള്ള RLDയെ കൂടി ഒപ്പം നിർത്താനുള്ള ശ്രമം NDAയുടെ ഭാഗത്തു നിന്നുണ്ട്. നിലവിൽ തെലങ്കാനയിൽ ബിജു ജനതാദൾ NDAയുമായി സഖ്യത്തിനില്ലെന്ന് അറിയിച്ചെങ്കിലും തെലങ്കാനയിൽ BRSനെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും മോദി ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സമീപനത്തിലായിരിക്കും ഈ ബിജു ജനതാദൾ എത്തുക. ഈ രീതിയിൽ BJPയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരും NDAയും 400 സീറ്റ് നേടുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ പറയുന്നതും. സീഡ് ന്യൂസ്, കോഴിക്കോട്.